ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലപ്പോൾ KFC, ചിലപ്പോൾ വട. ഇന്ന് കിട്ടിയതോ ഫലൂഡ. അത് ഒന്നല്ല, 2 ഫലൂദ. ഗൈസ്, ഇന്നും ഒരു സ്റ്റോറി ഉണ്ടായി. കോഴിക്കോട് മാത്തോട്ടം എന്നുള്ള സ്ഥലത്ത് നാസ് കൂൾ ബാർ എന്നിട്ടുള്ള കൂൾ ബാറിൽ നമുക്കിന്നൊരു 2 ഓർഡർ, ഒരു ബാച്ച് ഓർഡർ ആയിട്ട് കിട്ടി. അത് 6 പിസ്ത ഫലൂദയും 2 സ്ട്രോബെറി ഫലൂദയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇത് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ 20 കിലോമീറ്റേഴ്സ് അപ്പുറം കടലുണ്ടിയിലാണ് നമുക്കിത് കൊണ്ട് കൊടുക്കാനുള്ളത്. 20 ഓർ 16 കിലോമീറ്റർ അപ്പുറം കടലുണ്ടി ഭാഗത്തേക്കാണ് നമുക്കിത് കൊണ്ട് കൊടുക്കാനുള്ളത്. ഫസ്റ്റ് കസ്റ്റമർക്ക് ഞാൻ കൊടുക്കാനുള്ളത് 6 പിസ്ത ഫലൂദയായിരുന്നു. ഞാൻ അവിടെ എത്തി ഒരു കവറിലായിരുന്നു ഈ 6 എണ്ണവും നിറച്ചിട്ടുണ്ടായിരുന്നത്. മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 6 എണ്ണം നിറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കസ്റ്റമർ അടുത്തെത്തി ഇത് നൈസായിട്ട് ഇങ്ങ് പൊന്തിച്ചപ്പോൾ അടിയിലുള്ള കവർ കീറിയിട്ട് ഒറ്റ പോക്കാതെ താഴോട്ട്. എൻ്റെ തൊട്ടടുത്ത് കസ്റ്റമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ചീത്ത പ്രതീക്ഷിച്ചു. കാരണം ഇതെന്താടോ ഇത് എന്നുള്ള അങ്ങനത്തെ റിയൽ ഇൻസിഡൻസ് കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ അടുത്ത് എത്തുന്ന സമയത്ത് ഈ ഫുഡ് ലീക്കായിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ചീത്ത പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷേ ബ്രോ ഒരു 18-30 ഏജിനുള്ളൊരു ബ്രോ ആയിരുന്നു. അത് കൂടെ ഒരു ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് മാന്യമായ രീതിയിൽ ബ്രോ ഇനിയിപ്പോൾ എന്താ ഇത് ചെയ്യുക, റീഫണ്ട് കിട്ടുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, റീഫണ്ട് ചെയ്യുന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് ഞാൻ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. സാധാരണഗതിയിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഫുഡ് ക്യാൻസലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പിസ്തയും ഞാൻ എടുത്താൽ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ എന്തോ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറും പുള്ളിക്കാരൻ്റെ ഒരു ബിഹേവിയറും കണ്ട സമയത്ത് എനിക്കെന്തോ പുള്ളിക്ക് ഒരു നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തോന്നി. പിന്നെ കൂടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറുത്, ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എന്തായാലും ഓട്ടോമാറ്റിക് അപ്പം തന്നെ അത് ഫുഡ് ക്യാൻസൽ ആയപ്പോൾ തന്നെ പുള്ളിക്കാരനത് റീഫണ്ട് കിട്ടി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ വെച്ചോ, ഇനിയിപ്പോൾ എന്തായാലും ഈ ഫുഡ് എനിക്കുള്ളതാണ്, ഈ 6 പിസ്തയും എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം ഞാൻ എടുക്കും, ബാക്കി 5 എണ്ണം നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ 6 എണ്ണമൊക്കെ ഒന്നിച്ച്, അല്ലെങ്കിൽ ഇപ്പം അതായത് ഐസ്ക്രീമിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ കഴിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വെറുതെ പാലും വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ 6 എണ്ണം എന്തായാലും എനിക്ക് ഒറ്റ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ അവർക്ക് ബാക്കിയുള്ള എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് 2ാമത്തെ കസ്റ്റമർ അടുത്ത് എത്തിയ സമയത്ത് അത് നോക്കുമ്പോൾ സെയിം അവസ്ഥ, സെയിം ഈ പറഞ്ഞ പോലെ തന്നെ 2ഉം ഈ പറഞ്ഞ ഫുഡ് ലീക്കായി. 2ാമത്തെ കസ്റ്റമർ അടുത്ത് സ്ട്രോബെറി പിസ്ത ആയിരുന്നു. അപ്പോൾ ഒന്ന് എൻ്റെ അടുത്തുള്ളത് പിസ്തയല്ലേ. ഞാൻ ഇതേപോലെ തന്നെ കസ്റ്റമറോട് പറഞ്ഞു ഇത് ക്യാൻസൽ ആക്കും, എന്നിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരാനുള്ള ഓപ്ഷൻ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു 2 സ്ട്രോബെറി അല്ലേ ഉള്ളത്, ഒരെണ്ണം ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പിസ്തയും ഉണ്ട്, ഒരു സ്ട്രോബെറിയും ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ബാഗിൽ നിറച്ച് ഈ പറഞ്ഞ പോലെ ഇതായിരുന്നു അവർ തന്ന കവർ. ഇത് അടി പൊളഞ്ഞു പോയി കണ്ടാ. ഇതിനിടയിൽ കൂടെ അപ്പുറത്ത് കാണാം ഇത് ഫുൾ ലീക്കായി കണ്ടാ. എൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ മുകളിലൊക്കെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം, ഓ ഗോഡ്, ആപ്പിളിൻ്റെ പീസും കസ്കസും എല്ലാ പണ്ടാരും ഉണ്ട്. ഇതാണ് സ്ട്രോബെറി. ഇത് ഞാൻ കസ്റ്റമർ എടുത്ത് എത്തിയ സമയത്ത് ഫുൾ ലോക്കായി. ഇതായിരുന്നു അവസ്ഥ. ഇതിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടപ്പില്ലേ, ഈ ഒരു ചെറിയ അടപ്പ് തുറന്നു പോയതാണ് ഇതിൻ്റെ വിഷയം. നോക്കിക്കേ, ഓ ഗോഡ്. ഗൈസ്, സ്ട്രോബെറി ഫലൂഡ നോക്കാം, പാരിക്കൊരു തരട്ടെ. എന്താണ് ഒരു അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ്? കുഴപ്പമില്ല, ആക്ച്വലി ടേസ്റ്റ് പോരാ. കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് കടല, പിന്നെ ഈ കുണാഫ മാരത്തെ സാധനല്ലേ, എന്താ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, കുനാഫ ആ സാധനമുണ്ട്. ഐ മീൻ ഈ സേമിയ പോലത്തെ സാധനമല്ലേ. മെജോറിറ്റി സാധനങ്ങളും ഇതിനകത്ത് ഫ്രൂട്ട്സ് ആൻഡ് പീനട്ട്സ്. ഇതിനകത്ത് ഈ സ്ട്രോബെറി ഓർഡർ ചെയ്ത കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് നാസ് കൂൾ ബാറിലെ സ്ട്രോബെറി ഫലൂദ ഈസ് ബെറ്റർ എന്നാണ് പറഞ്ഞത്, അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഒരു 10-ൽ 5 കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെന്താണത്, അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ്. സംഭവം എങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ മുഴുവൻ കഴിച്ചിട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എന്ത് ഫ്ലേവറാണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഒരു പിസ്ത ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു ചിക്കു ചോക്ലേറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു സാധനമുണ്ട്, നോക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഈ സാധനത്തിന് എന്ത് സാധനമാണെന്നുള്ളത് നോക്കട്ടെ. പിസ്ത ആൻഡ് ചോക്ലേറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഓപ്പൺ. ഭയങ്കര ക്രീമി. ലുക്ക് അറ്റ് ദിസ്, ഓ മൈ ഗോഡ്, വാട്ട് എ ക്രീമി. അയ്യോ ദൈവമേ, കയ്യിലായി. ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ട്, അതാണ് ഇത്ര ക്രീമി.
അമ്മച്ചിയേ. ഊഫ്, ഒരുപാട് മധുരമായി പോയി. ഇത് എങ്ങനെയാണ് കഴിച്ചു തീർക്കണേ? ഓ മൈ ഗോഡ്. ഈ സാധനം കൊള്ളാം. ഇതിനകത്ത് ലോട്ട്സ് ഓഫ് എന്താ പറയുക, കാഷ്യൂസ്, ബദാം, നട്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ കുണാഫ ആ സാധനമുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ട്. പക്ഷേ മധുരം ഇത്തിരി കൂടുതലായിപ്പോയി. ഒരു ബൂസ്റ്റ് ഫ്ലേവർ ആണ് ഇതിനകത്തുള്ളത്. ഇതേ ഫുൾ ഐസ്ക്രീമാണ്. ഞാൻ ആക്ച്വലി ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. പക്ഷേ ഞാനിപ്പോൾ കഴിച്ച 2 ബോട്ടിൽ ഫലൂദയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മേ ബി 500 to 800 അല്ലെങ്കിൽ 1000 കാലറീസിൻ്റെ അടുത്ത് ഞാൻ മേ ബി ഇപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. കാഷ്യൂസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഇറ്റ്സ് ഹൈ ഇൻ കാലറി. ഐസ്ക്രീം ആണെങ്കിൽ അതും പറയണ്ട. ഒരു ഗ്ലാസ് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 400 കാലറീസ് ഉണ്ടാവും. ഈ 800 കാലറി ഞാൻ നശിപ്പിക്കണമെങ്കിൽ ഐ തിങ്ക് ഞാനൊരു 8-9 കിലോമീറ്റർ റണ്ണിങ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ നടക്കണം. പിന്നെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 3 വീഡിയോസിലും ദുരിതരായിട്ട് ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ഓർഡർ കിട്ടിയതിൻ്റെ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടൻറ്റിന് വേണ്ടി സ്വയം ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ആക്കുകയല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ക്യാൻസൽ ആക്കുകയാണെങ്കിൽ പോലും ഞാൻ ഓർഡർ ചെയ്താൽ എനിക്ക് തന്നെ തിരിച്ച് കിട്ടണം. ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ എനിക്ക് തന്നെ കിട്ടണ്ടേ? അതെനിക്ക് കിട്ടൂല. ഇനി വേറെ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ട് അത് എനിക്ക് തന്നെ കിട്ടണമെന്ന് എന്താ അത്ര ഉറപ്പ്? കാരണം എനിക്ക് തോന്നുന്നു കോഴിക്കോടിൽ 200-250ൻ്റെ മുകളിൽ എന്തായാലും ഡെലിവറി എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെയും ഈ പറഞ്ഞ പോലെ നൈറ്റ് ഷിഫ്റ്റ് ആയിട്ടും ഫുൾ ഷിഫ്റ്റ് ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും എല്ലാം കൂടെ ആയിട്ട് ഒരു 250ൻ്റെ മേലെ കൺഫേം ആയിട്ട് ഡെലിവറി ബോയ്സ് ഉണ്ടാവും. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഓർഡർ എനിക്ക് തന്നെ കിട്ടണമെന്ന് എന്തത്ര നിർബന്ധം? പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ 2 ഓർഡർ നാസ് കൂൾ ബാർ. ഈ നാസ് കൂൾ ബാർ ഫസ്റ്റത്തെ ഓർഡർ എടുക്കുകയാണെങ്കിൽ അത് ക്യാൻസൽഡ് ആണ്. കണ്ടല്ലോ, 13-14 കിലോമീറ്റർ ആണ് നമ്മൾ ഓർഡർ എടുത്തിരിക്കുന്നത്. ആൻഡ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നാസ് കൂൾ ബാർ 78 രൂപയുടെ, അതും ക്യാൻസൽഡ് ആണ്. അതും 14.5 കിലോമീറ്റർ. കണ്ടല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഞാൻ ആക്ച്വലി ഒരു 8 കൊല്ലമായിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ദുരിതര ക്യാൻസൽ ഓർഡർ കിട്ടിയിരുന്നു. ആൾക്കാർ കസ്റ്റമേഴ്സ് തന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം മുന്നേ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ട് കൊടുക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ അങ്ങനെ റിട്ടേൺ ഓർഡർ അങ്ങനെ അടിയാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതൊരു കോയിൻസിഡൻ്റ് ആണ്. 1 പഴിച്ചാൽ 3 എന്നാണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വട കിട്ടി, പിന്നെ കിട്ടിയത് KFC ആണ്, ഇപ്പം കിട്ടിയത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫലൂദയാണ്. ഇനി ചിലപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എനിക്കിങ്ങനെ ഒരു ക്യാൻസൽ കിട്ടൂല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊരു ചെറിയ വീഡിയോ ആക്കണമെന്നേ വിചാരിച്ചുള്ളൂ. ഞാനിന്ന് വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിക്ക് മഴ. അപ്പോൾ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് അല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കും. ഞാൻ എന്നങ്ങനെ വിചാരിക്കുന്നോ അന്ന് മുഴുവൻ എനിക്ക് ഈ പറഞ്ഞ പോലെ ക്യാൻസൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഈ ക്യാൻസൽ നമുക്കിങ്ങനെ അടുപ്പിച്ചൊരു 3 എണ്ണം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.